ഫിയർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി, ഒരു പോയിന്റ് നമ്മൾ കേട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. സാറിനോട് ചോദിക്കുക, ഒരു മടിയും വേണ്ട, സാറിനോട് ചോദിക്കുക. ഞാൻ ഏകദേശം അവസാനത്തെ മാസമൊക്കെ ആവാനാവുമ്പോഴാണ്, ആ ഒരു സ്റ്റഡി ലീവിന്റെ മുമ്പത്തെ മാസത്തിലൊക്കെയാണ് കഴിഞ്ഞ CA ഇന്ററിൽ ഡൗട്ടുകൾ ചോദിക്കാൻ തുടങ്ങി ആക്ച്വലി. അപ്പോഴാണ് എനിക്ക് കൺസെപ്റ്റ് മനസ്സിലാവാൻ തുടങ്ങി. അതുവരെ ഏകദേശം ഫൗണ്ടേഷൻ ഫുള്ളും ഏകദേശം ഇന്റർ പകുതി വരെ, CA ഇന്റർ പകുതി വരെ ഞാൻ ആ ഒരു ഭയങ്കര 24/7 ഗ്രൈൻഡ് എന്നുള്ള രീതിയിലാണ് പോയിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് കൺഫ്യൂഷൻ ഉള്ളത് ക്ലാസ്സിൽ നിന്ന് തന്നെ തീരുമാനമാക്കുക. സാറിനോട് നേരെ ചോദിക്കുക, ക്ലാസ് നേരെ ചോദിക്കുക, അപ്പം തന്നെ ചോദിക്കുക. അല്ല അതിന് മടിയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് വരുമ്പോൾ ഒന്ന് ചോദിക്കുക, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സാറ് വരും, അവിടെ കുറച്ച് നേരം 5 മിനിറ്റ് ഒക്കെ സാറ് വെയിറ്റ് ചെയ്യലുണ്ട്, സാർമാർ വെയിറ്റ് ചെയ്യലുണ്ട് എന്ത് ക്ലാസ് കഴിഞ്ഞിട്ട്, ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ചോദിക്കുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ സാറിന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ടീച്ചർക്ക് മെസ്സേജ് അയക്കുക ആ ഒരു ഡൗട്ട് ചോദിച്ചാണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ അതിനും മടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്മേറ്റിൽ അടിപൊളി ആൾക്കാരുണ്ടാവും, നമ്മളെ ക്ലാസ്സിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടാവും, ഓലോട് ചോദിച്ചാണ്ട് ക്ലിയർ ആക്കുക. അന്ന് തന്നെ അപ്പം തന്നെ ക്ലിയർ ആക്കുക. അല്ലെങ്കിൽ മിസ്സായ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, സാറിനോട് ചോദിച്ചാണ്ടോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിനോട് ചോദിച്ചാണ്ടോ അത് ക്ലിയർ ആക്കാം. കാരണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു സംഭവത്തിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇതിന്റെ ബാക്കി കാര്യം ഇനി വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ആകെ പണി കിട്ടും.